എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. എല്ലാവർക്കും രാവിലെ 5 AM ക്ലബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ നിങ്ങൾ എന്നെ കണ്ടു എപ്പോഴും പറയുന്ന പോലെ വേണ്ട പറഞ്ഞ് ക്ലീശ ആവണ്ട. എന്നെ കണ്ടാണ് എനിക്കിന്ത് ഇന്നത്തെ ദിവസം സൂപ്പറാവും, ഇന്നൊക്കെ കണ്ടാണ് എല്ലാ ദിവസവും പറയുന്നത്. അല്ലെങ്കിലും എല്ലാ ദിവസവും സൂപ്പറാവും. എല്ലാ ദിവസവും ആരെയും കാണുന്നതും കാണാത്തൊന്നുമല്ല. ഓരോ ദിവസവും നമ്മൾ കൊടുക്കുന്ന എഫേർട്ടാണ് നമുക്ക് എന്ത് തരുന്നത്, നമുക്ക് റിസൾട്ട് തരുന്നത്. ചിലപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കുന്ന ഒരു എഫേർട്ട് നമുക്ക് ഇന്ന് റിസൾട്ട് കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഒരു എഫേർട്ട് ഒരു സമയത്ത് നമുക്കതിൻ്റെ റിസൾട്ട് നമുക്ക് തിരിച്ച് തന്നിരിക്കും. അത് ഉറപ്പാണ്, ഒരു സംശയം അതിനകത്തില്ല. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ അടിപൊളിയായിട്ട് മുമ്പിലേക്ക് നിങ്ങൾ കൊണ്ടുപോവുക. നിങ്ങൾക്കെല്ലാം ഒരു നല്ല 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 ഭാവി നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അതിലേക്കുള്ള യാത്രയാണ് നമ്മുടെ ഈ ഒരു സമയം. ചിലപ്പോൾ പോകുന്ന വഴിക്ക് കഷ്ടപ്പാടായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും, എല്ലാമായിരിക്കും. പക്ഷേ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഒരു വലിപ്പമുണ്ടോ, അല്ലെങ്കിൽ മനസ്സിൻ്റെ ആ ഒരു പവർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനെയൊക്കെ നേരിട്ട് നമ്മൾ മുമ്പിലേക്ക് പോയി ആ ഒരു അഡ്വൈസ് ലിസ്റ്റ് ഇതാ ഇങ്ങനെ ഒരു അപ്പോയിൻമെന്റ് ലെറ്റർ ഇങ്ങനെ നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ മേടിക്കും. ഓക്കെ, അതായിരിക്കും നമ്മുടെ അൾട്ടിമേറ്റ് എയിം. അതാണ് നമ്മുടെ സന്തോഷം. സോ എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ 5 AM ക്ലബിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ നാച്ചുറൽ വെജിറ്റേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഫോറസ്റ്റിലെ ഒരു പാർട്ടാണ്. എന്താണ് നാഷണൽ പാർക്ക്, എന്താണ് കമ്മ്യൂണിറ്റി റിസർവ്, എന്താണ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, എന്താണ് ബയോസ്ഫിയർ റിസർവ്, എന്താണ് ടൈഗർ റിസർവ്, അങ്ങനെ എന്താണ് ഇൻസൈറ്റ് ടു കൺസർവേഷൻ, എക്സൈറ്റ് ടു കൺസർവേഷൻ, അതെല്ലാമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നോക്കുന്നത്. അതിന്റെ കുറെ നല്ല ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. സോ സൂപ്പർ നോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ 5 AM ക്ലബിലേക്ക് സ്വാഗതം. 2 തവണ പറയും, പോട്ടെ കുഴപ്പമില്ല, 2 അല്ല 3 തവണ വെൽക്കം പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ റൈസ് ആൻഡ് ഷൈൻ. ദെൻ ബേസിക്കലി ഈ നമ്പേഴ്സ്, ഇന്നത്തെ ഈ നമ്പേഴ്സ് എന്ത് ചെയ്യാം ഓർത്ത് വെച്ചേക്കുക. അതായത് ഞാൻ ഈ പറയുന്നത് ഇന്നത്തെ ഡേറ്റ് മാത്രമാണ്. നാളെ എന്ത് ചെയ്യാം, ഇതിന്റെ നമ്പറും ബാക്കിയെല്ലാം എന്ത് ചെയ്യാം, മാറാം. ഓക്കെ, ഇന്ന് ഇന്ത്യയിലാകെ 106 നാഷണൽ പാർക്കുകളുണ്ട്. ഇന്ത്യയിലാകെ 106 നാഷണൽ പാർക്കുകൾ. എത്ര നാഷണൽ പാർക്ക് കൊണ്ടുവരാം? 106 നാഷണൽ പാർക്കുകളുണ്ട്. അത് കഴിഞ്ഞ് 57 ടൈഗർ റിസർവുകളുണ്ട്. സോ ഇന്ത്യയിലാകെ 106 ദേശീയോദ്യാനങ്ങൾ, 57 ടൈഗർ റിസർവുകൾ, 33 എലഫന്റ് റിസർവുകൾ, 573 വന്യജീവി സങ്കേതങ്ങൾ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആണ്. 573 വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, 18 ബയോസ്ഫിയർ റിസർവുകൾ. എത്ര ബയോസ്ഫിയർ റിസർവ് ഉണ്ട്? 18 ബയോസ്ഫിയർ റിസർവ് ആണ് ഇന്ത്യയിൽ ആകെ ഉള്ളത്. 220 കമ്മ്യൂണിറ്റി റിസർവുകൾ, 220 കമ്മ്യൂണിറ്റി റിസർവുകൾ, 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ. എത്ര ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ ഉണ്ട്? 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ. ഈ നമ്പർ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇന്ത്യയിലാകെ 106 നാഷണൽ പാർക്കുകൾ, 57 ടൈഗർ റിസർവുകൾ, 33 എലഫന്റ് റിസർവുകൾ, 573 വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, 18 ബയോസ്ഫിയർ റിസർവുകൾ, 220 കമ്മ്യൂണിറ്റി റിസർവുകൾ, 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നതാണ്, ഇതൊക്കെ എന്താണ് സാധനം എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഇപ്പോൾ വന്നു കാണും. ഇത് എല്ലാ എക്സാംസിനും ഇമ്പോർട്ടൻ്റ് ആണ്. സെൻട്രൽ എക്സാംസ് ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, എല്ലാത്തിനും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫസ്റ്റ് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നാഷണൽ പാർക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നാഷണൽ പാർക്കുകൾ എന്താണ്? ഒരു നാഷണൽ പാർക്ക് എന്ന് വെച്ചാൽ, so definition idana: a national park is a protected area established by the government for the conservation of wildlife, biodiversity, natural habitat and historic monuments and culture. So national park ഇത്രയേ ഉള്ളൂ. ഒരു പ്രദേശത്ത് സംരക്ഷിക്കപ്പെടേണ്ട ഏതെങ്കിലും ഒരു സ്പീഷീസ് ഉണ്ട്. ഒരു പ്രദേശത്ത് സംരക്ഷിക്കപ്പെടേണ്ട ഏതെങ്കിലും ഒരു സ്പീഷീസ് ഉണ്ട്, ഒരു സസ്യ ജന്തു ജാലമുണ്ട് എന്ന് സങ്കല്പിക്കാം. അല്ലെങ്കിൽ ഒന്നിലധികം സ്പീഷീസുകൾ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ചിലപ്പോൾ അവ വംശനാശ ഭീഷണിയൊക്കെ നേരിടുന്ന സ്പീഷീസ് ആയിരിക്കാം. അല്ലെങ്കിൽ അവിടെ സംരക്ഷിക്കപ്പെടേണ്ട ഹിസ്റ്റോറിക് ആയിട്ട് പ്രാധാന്യമുള്ള ഏതെങ്കിലും ഒരു മോണുമെന്റ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. അവിടെ സംരക്ഷിക്കപ്പെടേണ്ട ചരിത്രപരമായിട്ട് പ്രാധാന്യമുള്ള ഏതെങ്കിലും ഒരു മോണുമെന്റ് ഉണ്ട്. അല്ലെങ്കിൽ അവിടെ സംരക്ഷിക്കപ്പെടേണ്ട ഏതെങ്കിലും ഒരു കൾച്ചർ അവിടെ ഉണ്ടെന്ന് സങ്കല്പിക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പ്രദേശത്തെ സംരക്ഷിക്കുന്നത് ആരുടെ കടമയാണ്? ഒരു രാജ്യത്തിന്റെ കടമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളെ ഗവൺമെന്റ് എന്തായിട്ട് പ്രഖ്യാപിക്കുന്നു? നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കുന്നു. അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു നാഷണൽ പാർക്കിന്റെ പ്രഖ്യാപിത ലക്ഷ്യം അവിടെയുള്ള സ്പീഷീസുകളുടെ മാത്രം സംരക്ഷണമല്ല. സ്പീഷീസ് ആകാം, ചരിത്രപരമായിട്ട് പ്രാധാന്യമുള്ള ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള മോണുമെന്റ് ആകാം, അല്ലെങ്കിൽ കൾച്ചർ ആകാം, എന്ത് വേണമാകാം. അപ്പൊ അങ്ങനെയുള്ള പ്രദേശങ്ങളെ സംരക്ഷിക്കുകയാണ് നാഷണൽ പാർക്കിന്റെ ലക്ഷ്യം. ഇനി അടുത്ത് പറയുന്നുണ്ട്, ആക്ടിവിറ്റീസ് ലൈക്ക് ഹണ്ടിങ്, പോച്ചിങ് ആൻഡ് ഡീഫോറസ്റ്റേഷൻ ആർ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. അതായത് ഇവിടെ എന്തൊക്കെ കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട്? വേട്ടയാടൽ കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ പോച്ചിങ് എന്നൊക്കെ പറഞ്ഞാൽ
നമുക്കറിയാം എന്താണ്, അതായത് ഇപ്പൊ ആനക്കൊമ്പ് അല്ലെങ്കിൽ റൈനോസറസിന്റെ മറ്റേ കൊമ്പ്, അതേപോലെ അല്ലെങ്കിൽ പുലിയുടെ തോല്, ആ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, കർശനമായിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്പീഷീസുകളെ നശിപ്പിച്ചുകൊണ്ട് അതൊക്കെ എടുക്കുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, നിരോധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഡിഫോറസ്റ്റേഷൻ, വന നശീകരണം, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു നാഷണൽ പാർക്കിനകത്ത് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഹ്യൂമൻ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ മനുഷ്യന്റെ ആക്ടിവിറ്റീസും ഒരു നാഷണൽ പാർക്കിനകത്ത് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗവൺമെന്റിന്റെ അനുമതി പ്രകാരം കർശന നിയന്ത്രണങ്ങളോടുകൂടി കർശന നിയന്ത്രണങ്ങളോടുകൂടി ടൂറിസം ഒക്കെ എവിടെ നടത്താറുണ്ട്, ഒരു നാഷണൽ പാർക്കിനകത്ത് നടത്താറുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇരവികുളം ഒരു നാഷണൽ പാർക്കാണ്, പക്ഷേ ഇരവികുളം നമുക്ക് പോയാൽ നമുക്ക് ടൂറിസത്തിനായിട്ട് വരയാടുകളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അകത്ത് പോയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ടൂറിസത്തിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു നാഷണൽ പാർക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഒരു നാഷണൽ പാർക്കിനകത്ത് ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ, ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. ഒരു നാഷണൽ പാർക്കിനകത്ത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഒക്കെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കർശന ഉപാധികളോടുകൂടി അവിടെ ടൂറിസം അനുവദനീയമാണ്. ഇതാണ് ഒരു നാഷണൽ പാർക്ക്. കഴിഞ്ഞ CPOടൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, LGSനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. LGSന് ഒരു ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ചരിത്രപരമായിട്ട് പ്രാധാന്യമുള്ള മോണുമെന്റ്സിലേക്ക് സംരക്ഷിക്കുന്നത് എവിടെയാണത്, നാഷണൽ പാർക്കിലാണ്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമതായിട്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറി. ആ പേര് തന്നെയുണ്ട്, വന്യജീവി സങ്കേതം. വന്യജീവി സങ്കേതം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സ്പീഷീസ് ആകാം, ഒരു ജന്തു ആകാം, ഒരു സസ്യമാകാം, ഒന്നിലധികം സ്പീഷീസുകളാകാം, ഒന്നിലധികം സസ്യജന്തു വർഗ്ഗങ്ങളൊക്കെ ആകാം. അപ്പൊ ഇവയുടെയൊക്കെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെ സംരക്ഷിക്കാനായിട്ട് ഒരു പ്രദേശത്തെ എന്തായിട്ട് പ്രഖ്യാപിക്കുന്ന ഗവൺമെന്റ്, വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിക്കുന്നു, വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് പ്രഖ്യാപിക്കുന്നു. ഓക്കെ, മാത്രമല്ല ഒരു നാഷണൽ പാർക്ക് പോലെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കർശനമായിട്ടൊന്നും ഇവിടെ നിരോധിച്ചിട്ടില്ല, വന്യജീവി സങ്കേതത്തിൽ നിരോധിച്ചിട്ടില്ല. അവിടെ എന്തൊക്കെ അലൗഡ് ആണ്, അതായത് ആടുമേക്കൽ അല്ലെങ്കിൽ കാലിമേക്കൽ, അതൊക്കെ എന്താണ്, അനുവദനീയമാണ്. പിന്നെ ടൂറിസം എവിടെ അനുവദനീയമാണ്, വൈൽഡ് ലൈഫ് സാങ്ച്വറിക്കകത്ത് അലോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അവയുടെ ഹാബിറ്ററ്റിനെ എന്ത് ചെയ്യുക, സംരക്ഷിക്കുക. ഇത് പ്രധാനപ്പെട്ട ലക്ഷ്യമാകുക. അത് സസ്യമാണ്, ജന്തുവാണ്, എന്ത് വേണോ ആകാം, അല്ലെങ്കിൽ ഒന്നിലധികം സ്പീഷീസുകളാകാം. അപ്പൊ ഇവയുടെയൊക്കെ ഹാബിറ്ററ്റിനെ എന്ത് ചെയ്യുക, സംരക്ഷിക്കുക. ഇതാണ് ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ലക്ഷ്യമായിട്ട് വരുന്നത്. ഇന്ത്യയിലാകെ അങ്ങനെ എത്ര വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ട്, 573 വന്യജീവി സങ്കേതങ്ങളാണ് ആകെ ഉള്ളത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് ബയോസ്ഫിയർ റിസർവ് ആണ്. അപ്പൊ ഇന്ത്യയിലാകെ 18 ബയോസ്ഫിയർ റിസർവുകളാണ് ആകെ ഉള്ളത്. സോ എന്താണ് ഒരു ബയോസ്ഫിയർ റിസർവ് എന്ന് ചോദിച്ചാൽ, ബയോസ്ഫിയർ റിസർവ് ഇത്രയേ ഉള്ളൂ, ഒരു ബോഡിക്ക് കീഴിലുള്ള, ഒരു ഗവേണിംഗ് ബോഡിക്ക് കീഴിലുള്ള വലിയൊരു എക്കോ സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നു. സോ ഡിഫൈൻ ചെയ്തേ, എന്താ ബയോസ്ഫിയർ റിസർവ്? ഒരു ഗവേണിംഗ് ബോഡിക്ക് കീഴിലുള്ള വലിയൊരു എക്കോ സിസ്റ്റത്തെ നമുക്ക് എന്ത് പറയാം, ബയോസ്ഫിയർ റിസർവ് എന്ന് പറയാം. ഒരിക്കൽ കൂടെ, ഒരു ഗവേണിംഗ് ബോഡിക്ക് കീഴിലുള്ള വലിയൊരു എക്കോ സിസ്റ്റത്തെ നമുക്ക് ബയോസ്ഫിയർ റിസർവ് എന്ന് പറയാം. ഒരു ബയോസ്ഫിയർ റിസർവിനകത്ത് 3 ഭാഗങ്ങളാണ് ആകെ ഉള്ളത്. ഒരു ബയോസ്ഫിയർ റിസർവിന്റെ 3 ഭാഗങ്ങളാണ്. ഒന്ന് കോറാണ്, ഒന്നാമത് വന്നിട്ട് കോറാണ്. രണ്ടാമത് വരുന്നത് ബഫർ സോൺ ആണ്. രണ്ടാമത് എന്താണ്, ബഫർ സോൺ ആണ്. ഓക്കെ, ബഫർ സോൺ രണ്ടാമത് വരുന്നത് ബഫർ സോൺ ആണ്. അത് കഴിഞ്ഞ് മൂന്നാമത് വരുന്നത് എന്താണ്, മൂന്നാമത് വരുന്നത് ട്രാൻസിഷൻ സോൺ ആണ്. ഇതൊരു ബയോസ്ഫിയർ റിസർവിനകത്ത് വരുന്ന 3 പാർട്ടുകളാണ്. ഒന്ന് കോർ, 2 ബഫർ സോൺ, മൂന്നാമത് ട്രാൻസിഷൻ സോൺ. സോ എന്താ ബയോസ്ഫിയർ റിസർവ്? ഒരു ഗവേണിംഗ് ബോഡിക്ക് കീഴിലുള്ള വലിയൊരു എക്കോ സിസ്റ്റത്തെയാണ് നമ്മൾ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നു. ഒരു ബയോസ്ഫിയർ റിസർവിന്റെ 3 ഭാഗങ്ങളാണ് കോർ, ബഫർ സോൺ, ട്രാൻസിഷൻ സോൺ. അപ്പൊ ഇതിനകത്ത് എന്താ കോറിന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ, കോറിന്റെ ലക്ഷ്യം അവിടെ സംരക്ഷിക്കപ്പെടേണ്ട വംശനാശ ഭീഷണി നേരിടുന്ന ഏതെങ്കിലും ഒരു സ്പീഷീസിന്റെ അല്ലെങ്കിൽ ഒന്നിലധികം സ്പീഷീസുകളുടെ പ്രധാനപ്പെട്ട ഹാബിറ്ററ്റ് ആയിരിക്കും. അങ്ങനെയുള്ള പ്രദേശങ്ങളെ ബയോസ്ഫിയർ റിസർവിന്റെ എന്തായിട്ട് പ്രഖ്യാപിക്കുന്നു, കോറായിട്ട് നിലനിർത്തുന്നു. അപ്പോൾ ഒരു ബയോസ്ഫിയർ റിസർവിനെ ഒരു ബയോസ്ഫിയർ റിസർവിനെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിന്റെ കോർ എവിടെയായിരിക്കും? ഇപ്പോൾ വംശനാശ ഭീഷണികളൊക്കെ നേരിടുന്ന സ്പീഷീസുകളുടെ ആവാസ കേന്ദ്രങ്ങൾ, അതിനെയാണ് എന്തായിട്ട് നിലനിർത്തുന്നത്, കോറായിട്ട് നിലനിർത്തുന്നത്. അവിടെ ഓർത്തിരിക്കണം, ഒരു ബയോസ്ഫിയർ റിസർവിന്റെ കോറിനകത്ത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. അതായത് ടൂറിസം ആയിക്കോട്ടെ, അതുപോലുള്ള ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ ബയോസ്ഫിയർ റിസർവിന്റെ കോറിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ മനസ്സിലാക്കുക, കോറിനകത്ത് മാത്രമാണ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് റെസ്ട്രിക്ട് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത് ബഫർ സോൺ ആണ്. സോ ബഫർ സോണിന്റെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, അവിടെയുള്ള ട്രൈബൽസിനെ എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക. ബഫർ സോണിന്റെ ലക്ഷ്യം ഇതാണ്, അവിടെയുള്ള ട്രൈബൽസിനെ പ്രൊട്ടക്ട് ചെയ്യുക, അവരുടെ കൾച്ചറിനെ സംരക്ഷിക്കാം. മാത്രമല്ല ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ ബാക്കിയെല്ലാം എവിടെയാണ് നടക്കുന്നത്,
ഈ ബഫർ സോണിലാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെയുള്ള ട്രൈബൽസിന്റെ സംരക്ഷണം, ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളും ബാക്കിയെല്ലാം നടക്കുന്നത് എവിടെയാണ്? ബഫർ സോണിലാണ് നടക്കുന്നത്. നിങ്ങൾ കേട്ടിട്ട്, അപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഒരു ബയോസ്ഫിയർ റിസർവിന്റെ രണ്ടാമത്തെ പ്രഖ്യാപിത ലക്ഷ്യമാണ് അവിടെയുള്ള ട്രൈബൽസിനെ, അവരുടെ കൾച്ചറിനെയും കൂടെ എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക. ഇതും ഒരു ബയോസ്ഫിയർ റിസർവിന്റെ ലക്ഷ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് PSC ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നീലഗിരിയിൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗം ഏതാണ്? അപ്പൊ നീലഗിരി ഇന്ത്യയിൽ ആദ്യ ബയോസ്ഫിയർ റിസർവ് ആണ് നീലഗിരി. നീലഗിരിയിൽ കാണപ്പെടുന്ന ട്രൈബൽ ഗ്രൂപ്പാണ് തോഡാസ് എന്നൊക്കെ അറിയപ്പെടുന്നു, അല്ലെങ്കിൽ തോടർമാർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ബയോസ്ഫിയർ റിസർവിന്റെ രണ്ടാമത്തെ പ്രഖ്യാപിത ലക്ഷ്യം അവിടെയുള്ള ട്രൈബൽസിന് അവരുടെ കൾച്ചറിനെ എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക. ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളും ബാക്കിയെല്ലാം എന്ത് ചെയ്യാൻ നടക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കോറിനകത്തും റിസർച്ച് ഒക്കെ നടക്കാറുണ്ട്. പക്ഷെ കോറിനകത്ത് അത്രയും ഒരു അർജൻസി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഹ്യൂമൻ ആക്ടിവിറ്റീസ് അലോ ചെയ്യത്തുള്ളൂ. പക്ഷെ നോർമൽ കണ്ടീഷനിൽ ഒരു കോറിനകത്ത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യത്തില്ല, അത് എൻകറേജ് ചെയ്യത്തില്ല. ഇനി നെക്സ്റ്റ് മൂന്നാമതായിട്ട് ട്രാൻസിഷൻ സോൺ ആണ്. സോ ട്രാൻസിഷൻ സോണിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇന്റർ കണക്ടിവിറ്റി ആണ്. ഇന്റർ കണക്ടിവിറ്റി എന്ന് വെച്ചാൽ ഈ ബയോസ്ഫിയർ റിസർവിനെ മറ്റു പ്രദേശങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുക, മറ്റു പ്രദേശങ്ങളെ ബയോസ്ഫിയർ റിസർവുമായിട്ട് കണക്ട് ചെയ്യുക. ഇതാണ് ട്രാൻസിഷൻ സോണിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതായത് സസ്റ്റൈനബിൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ലൈക്ക് ഫാമിംഗ്, ടൂറിസം, ഇതൊക്കെ ഇവിടെ പെർമിറ്റ് ചെയ്തിട്ടുണ്ട്, ട്രാൻസിഷൻ സോണിൽ പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ബയോസ്ഫിയർ റിസർവിന്റെ 3 ഭാഗങ്ങളാണുള്ളത്: കോറ്, ബഫർ സോൺ, ട്രാൻസിഷൻ സോൺ. അങ്ങനെ ഇന്ത്യയിലാകെ എത്ര ബയോസ്ഫിയർ റിസർവ് ഉണ്ട്? 18 ബയോസ്ഫിയർ റിസർവുകളാണ് ആകെ ഉള്ളത്. അടുത്ത് നമുക്ക് നോക്കാം എന്താണ് ഒരു കമ്മ്യൂണിറ്റി റിസർവ്. സോ ഒരു കമ്മ്യൂണിറ്റി റിസർവിന്റെ ഡെഫിനിഷൻ ഇതാണ്: എ കമ്മ്യൂണിറ്റി റിസർവ് ഈസ് എ കൺസർവേഷൻ ഏരിയ വെർ ലോക്കൽ കമ്മ്യൂണിറ്റീസ് പ്ലേ ആൻ ആക്റ്റീവ് റോൾ ഇൻ പ്രൊട്ടക്ടിങ് ബയോഡൈവേഴ്സിറ്റി. ഇറ്റ് ഈസ് യൂഷ്വലി ലൊക്കേറ്റഡ് ബിറ്റ്വീൻ നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഓർ ഫോറസ്റ്റ് ആൻഡ് ഹെൽപ്സ് ഇൻ വൈൽഡ് ലൈഫ് മൂവ്മെന്റ് ആൻഡ് കൺസർവേഷൻ. അതായത് ഒരു കമ്മ്യൂണിറ്റി റിസർവ് ഇത്രയേ ഉള്ളൂ: ഒരു പ്രദേശത്ത് താമസിക്കുന്ന തദ്ദേശീയരുടെ സഹായത്തോടു കൂടി, ഒരു പ്രദേശത്ത് താമസിക്കുന്ന ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരുടെ സഹായത്തോടു കൂടി ഒരു ഫോറസ്റ്റ് ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? കമ്മ്യൂണിറ്റി റിസർവ് എന്ന് നമുക്ക് പറയാം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഒരു മിനിയേച്ചർ പതിപ്പിന് പറഞ്ഞുതരാം. നിങ്ങളുടെയൊക്കെ വീടിനടുത്ത് കാവുകളൊക്കെ കാണത്തില്ലേ, പഴയ കാവൊക്കെ. അപ്പൊ കാവുകളൊക്കെ എന്താണ്? ഒരു കുടുംബം സംരക്ഷിക്കുന്ന ചെറിയൊരു ഫോറസ്റ്റ് ബോഡിയാണ് എന്ത് പറയുന്നത്, കാവ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു വലിയൊരു ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു കമ്മ്യൂണിറ്റി റിസർവ് സാധാരണഗതിയിൽ കോറിഡോഴ്സ് ആണ്. കോറിഡോഴ്സ് എന്ന് പറഞ്ഞാൽ 2 വലിയ ഭാഗങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെറിയൊരു ഭാഗം. ഫോർ എക്സാമ്പിൾ 2 നാഷണൽ പാർക്കുകൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന, പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു കോറിഡോർ, അല്ലെങ്കിൽ ഒരു നാഷണൽ പാർക്കിനെ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കോറിഡോർ, അല്ലെങ്കിൽ 2 വൈൽഡ് ലൈഫ് സാങ്ച്വറി തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കോറിഡോർ. ഇതൊക്കെ ആയിട്ടാണ് സാധാരണ ഇത് വരുന്നത്, ഒരു കമ്മ്യൂണിറ്റി റിസർവ് വരുന്നത്. അപ്പോൾ ആ പ്രദേശത്ത് താമസിക്കുന്ന തദ്ദേശീയരുടെ സഹായത്തോടു കൂടിയാണ് ഈ ഫോറസ്റ്റ് ബോഡി എന്ത് ചെയ്യുന്നത്, പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ത്യയിലാകെ എത്ര കമ്മ്യൂണിറ്റി റിസർവ് ഉണ്ട്? 220 കമ്മ്യൂണിറ്റി റിസർവുകളാണ് ആകെ ഉള്ളത്. 220. സോ ഇന്ത്യയിലാകെ 106 നാഷണൽ പാർക്കുകൾ, 57 ടൈഗർ റിസർവുകൾ, 33 എലഫന്റ് റിസർവുകൾ, 220 കമ്മ്യൂണിറ്റി റിസർവുകൾ, 220 കമ്മ്യൂണിറ്റി റിസർവുകൾ, 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ. എത്ര ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ ഉണ്ട്? 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ. സോ നെക്സ്റ്റ് നമുക്ക് വരാം, എന്താണ് ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് വെച്ചാൽ. സോ ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിന്റെ ഡെഫിനിഷൻ ആണ്: എ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഈസ് എ റീജിയൻ that has a rich diversity of species, especially endemic species, but is also under severe threat to the habitat destruction. To qualify as a hotspot, a region must dash. Okay, അതായത് സിംപ്ലി പറഞ്ഞാൽ ഇത്രയും. എന്താണ് ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് വെച്ചാൽ? ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടായിട്ട് ഒരു പ്രദേശത്തെ UN അംഗീകരിക്കണമെങ്കിൽ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആണ്. ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്: അവിടെ എൻഡേഞ്ചേർഡ് ആയ ഒരുപാട് സ്പീഷീസ് ഉണ്ടാകണം. എന്ന് വെച്ചാൽ അവിടെ വംശനാശ ഭീഷണി നേരിടുന്ന ഒരുപാട് സ്പീഷീസ് ഉണ്ടാകണം. ഇത് ഒന്നാമത്തെ കണ്ടീഷനാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ പറയുന്നുണ്ട്: ഹാവ് അറ്റ്ലീസ്റ്റ് 1500 സ്പീഷീസ് ഓഫ് വസ്കുലർ പ്ലാന്റ്സ് ആൻഡ് എൻഡമിക്സ്. അതായത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 1500 ടൈപ്പ് സ്പീഷീസിൻ്റെയെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട ഹാബിറ്ററ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അവ എന്ത് ചെയ്യണം, കാണണം. ഇത് ഒന്നാമത്തെ കണ്ടീഷനാണ്. അവിടെ വംശനാശ ഭീഷണി നേരിടുന്ന ഒരുപാട് സ്പീഷീസ് ഉണ്ടാകണം. രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യന്റെ പ്രവൃത്തി മൂലം ആ പ്രദേശത്തിന്റെ സ്വാഭാവികമായ ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. മനുഷ്യന്റെ പ്രവൃത്തി മൂലം ഒരു പ്രദേശത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥയുടെ 70% നശിച്ചിരിക്കണം. ഉദാഹരണം പറഞ്ഞാൽ ഹിമാലയം ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടാണ്. ഒന്ന് ആലോചിച്ചൊക്കെ, ഇന്ന് നമ്മൾ ഹിമാലയാസ് എടുക്കുകയാണെങ്കിൽ
ഇപ്പൊ ശിവാലിക്കൊക്കെ ഹിമാലയസിന്റെ ഭാഗമാണ്. അപ്പൊ അവിടെ മൊത്തം എന്താണ് ഇന്ന് പോപ്പുലേഷനാണ്. ദെൻ ജനങ്ങളൊക്കെ തിങ്ങി പാർക്കുന്നു. അവിടുത്തെ നോർമൽ ആയിട്ടുള്ള ഹാബിറ്റന്റെ ഒരു 70% എന്ത് ചെയ്തു, നശിച്ചു. വെസ്റ്റേൺ ഘട്ട് ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടാണ്. ഒന്നാലോചിച്ചൊക്കെ വെസ്റ്റേൺ ഘട്ട് അവിടെ ഇന്ന് എന്തുണ്ട്, നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്, ഡാമുകളുണ്ട്, വീടുകളുണ്ട്, ഇൻഡസ്ട്രീസ് എല്ലാം എവിടെയുണ്ട്, വെസ്റ്റേൺ ഘട്ടിലുണ്ട്. നശിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ പ്രവൃത്തി മൂലം. ആ പ്രദേശത്തിന്റെ സ്വാഭാവികമായുള്ള ആവാസ വ്യവസ്ഥയുടെ 70%-ലധികം നശിച്ചിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് ഇങ്ങനെയാണ്: ആ പ്രദേശത്തിന് എന്തെങ്കിലും നാശം സംഭവിച്ചാൽ ആ ചുറ്റുപാടിനെ ആകെ ബാധിക്കുന്ന, ഒരു പ്രദേശത്തിന് എന്തെങ്കിലും നാശം സംഭവിച്ചാൽ ആ ചുറ്റുപാടിനെ ആകെ ബാധിക്കുന്ന ഒരു ഹോട്ട്സ്പോട്ട് ആയിരിക്കണം അത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ റീജിയൻ എന്ത് പറയാം, നമുക്ക് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് നമുക്ക് പറയാം. അങ്ങനെ ഇന്ത്യയിലാകെ എത്ര ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളുണ്ട്? ഇന്ത്യയിലാകെ 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളാണ് ആകെ ഉള്ളത്. ഇന്ത്യയിലാകെ എത്ര ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഉണ്ട്? ഇന്ത്യയിലാകെ 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളാണ് ആകെയുള്ളത്. ആ 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളാണ്: ഒന്നാമത് വെസ്റ്റേൺ ഘട്ടാണ്. ഒന്നാമത് ആരാണ്? വെസ്റ്റേൺ ഘട്ട് അല്ലെങ്കിൽ പശ്ചിമഘട്ടമാണ്. ഒന്ന്, നമ്മുടെ വെസ്റ്റേൺ ഘട്ട് ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടാണ്. 2, ഹിമാലയാസ് ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഇപ്പൊ ഹിമാലയം, ആ പ്രദേശത്തിന് എന്തെങ്കിലും നാശം സംഭവിച്ചു, അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന തണുത്ത കാറ്റുകളെ തടയാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അത് കഴിഞ്ഞ് ഹിമാലയം ഇല്ലെങ്കിൽ ഹിമാലയൻ റിവേഴ്സ് ഉണ്ടോ? ഇല്ല. അവിടെ മൊത്തം എന്തായിട്ട് മാറും? ഒരു ഡെസേർട്ട് ആയിട്ട് മാറും, ഒരു മരുഭൂമിയായിട്ട് മാറും. സോ ഹിമാലയം എന്ത് ചെയ്യുന്നു? ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതൊരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടാണ്. അത് കഴിഞ്ഞ് മൂന്നാമത് വരുന്നത് ഇൻഡോ ബർമ റീജൻ. മൂന്നാമത് വരുന്നത് ആരാണ്? ഇൻഡോ ബർമ റീജൻ എന്ന് വെച്ചാൽ ഇന്ത്യക്കും മ്യാൻമാറിനും ഇടയ്ക്കുള്ള പ്രദേശമായ ഈസ്റ്റേൺ ഹിൽസ്, പൂർവാഞ്ചൽ, ഇതൊക്കെ തന്നെ എന്താണ്? ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആണ്. നാലാമത് വരുന്നത് സുന്ദാലാൻഡ്സ് ആണ്. നാലാമത് ആരാണ്? സുന്ദാലാൻഡ്സ് ആണ്. ഓക്കെ, സുന്ദാലാൻഡ്സ്. SCERT സ്കൂൾ ടെക്സ്റ്റിനകത്ത് 3 എണ്ണമാണ് പറയുന്നത്. സുന്ദാലാൻഡ്സ് അതിനകത്ത് വരുന്നില്ല. പക്ഷെ യഥാർത്ഥത്തിൽ നാലാമതൊരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഉണ്ട്, സുന്ദാലാൻഡ്സ് ആണ്. ഈ സുന്ദാലാൻഡ്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് വരുന്നത് സുന്ദർബൻസ് ഒക്കെ ആയിരിക്കും മനസ്സിനകത്ത് വരുന്നത്. പക്ഷെ സുന്ദാലാൻഡ്സ് ഇതാണ്: ഇന്തോനേഷ്യ, മലേഷ്യ, ജാവ, സുമാത്ര, നിക്കോബാർ ഐലൻഡ്സ്, ഇതിനെല്ലാം ചേർത്താണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ സുന്ദാലാൻഡ്സ് എന്ന് പറയുന്നു. സോ സുന്ദാലാൻഡ്സിന്റെ ഭാഗമായ ഇന്ത്യയിലെ പ്രദേശം ഏതാണത്? നിക്കോബാർ ഐലൻഡ്സ് ആണ്. സുന്ദാലാൻഡ്സിന്റെ ഭാഗമായ ഇന്ത്യയിലെ പ്രദേശമാണ് നിക്കോബാർ ഐലൻഡ്സ്. അങ്ങനെ ഇന്ത്യയിലാകെ 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളുണ്ട്. ആ 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളാണ് പശ്ചിമഘട്ടം, ഹിമാലയം, ഇൻഡോ ബർമ റീജൻ അല്ലെങ്കിൽ പൂർവാഞ്ചൽ, പിന്നെ സുന്ദാലാൻഡ്സ്. ആ സുന്ദാലാൻഡ്സിന്റെ ഭാഗമായ ഇന്ത്യയിലെ പ്രദേശമാണ് നിക്കോബാർ ഐലൻഡ്സ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത് ഇൻസൈറ്റു കൺസർവേഷനും എക്സൈറ്റു കൺസർവേഷനും. എന്താണ് സാധാരണ ഇൻസൈറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു സ്പീഷീസിനെ അതിൻ്റെ തന്നെ ഹാബിറ്ററ്റിൽ, അതിൻ്റെ തന്നെ ആവാസ വ്യവസ്ഥയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ഇൻസൈറ്റു കൺസർവേഷൻ എന്ന് നമുക്ക് പറയാം. ഒരു സ്പീഷീസിനെ അതിൻ്റെ തന്നെ ആവാസ വ്യവസ്ഥയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ റീജിയനെ നമുക്ക് എന്ത് പറയാം? ഇൻസൈറ്റു കൺസർവേഷൻ എന്ന് പറയാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു നാഷണൽ പാർക്കിന് എടുക്കുകയാണ്. ഒരു നാഷണൽ പാർക്കിനകത്ത് ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് സ്പീഷീസിനൊന്നും കൊണ്ടിടത്തൊന്നുമില്ല. അവിടെ സംരക്ഷിക്കപ്പെടേണ്ട ഒരുപാട് സ്പീഷീസ് കാണും. അവിടെ തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന ഒരുപാട് സ്പീഷീസ് കാണും. ആ സ്പീഷീസുകളെ അവിടെ തന്നെ എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പോൾ അത് ഇൻസൈറ്റു കൺസർവേഷൻ ആണ്. അപ്പൊ അതുപോലെ തന്നെ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിക്ക് അകത്തും പുറത്തുനിന്ന് എന്ത് ചെയ്യാറില്ല, സാധാരണ കൊണ്ടുവരാറില്ല. പക്ഷെ ചില സമയത്തൊക്കെ കൊണ്ടുവരാറുണ്ട്. ഫോർ എക്സാമ്പിൾ ചീറ്റാസിനെയൊക്കെ ഇപ്പോൾ നമീബിയയിൽ നിന്ന് കൂനോയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ വൈൽഡ് ലൈഫ് സാങ്ച്വറിക്ക് അകത്തും നമ്മൾ എന്ത് ചെയ്യാറില്ല, ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് കൊണ്ട് ചെടികളൊന്നും കൊണ്ട് നടാറില്ല, അല്ലെങ്കിൽ സ്പീഷീസുകളൊന്നും കൊണ്ടിടാറില്ല. അവിടെ തന്നെ ജനിച്ച് വളരുന്ന സ്പീഷീസുകളാണ് എന്ത് ചെയ്യുന്നത്? അവിടെ വസിക്കുന്നത്. സോ ഇറ്റ്സ് ആൻ ഇൻസൈറ്റു കൺസർവേഷൻ. അതുപോലെ തന്നെ ബയോസ്ഫിയർ റിസർവ്, അതുപോലെ തന്നെ മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയാസ്, അതേപോലെ സേക്രഡ് ഗ്രോവ്സ്, ഇതൊക്കെ തന്നെ ഇൻസൈറ്റു കൺസർവേഷന് ഉദാഹരണമാണ്. ഇനി അത് കഴിഞ്ഞ് എന്താണ് എക്സൈറ്റു കൺസർവേഷൻ എന്ന് ചോദിച്ചാൽ, എക്സൈറ്റു കൺസർവേഷൻ എന്താണ്? ഞാനൊരു സൂ എടുക്കുകയാണ്, ഒരു സുവോളജിക്കൽ പാർക്ക് എടുക്കുകയാണ്. അല്ലെങ്കിൽ ഒരു സുവോളജിക്കൽ പാർക്ക് ഞാൻ എടുക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് ഒരു സൂ ഉണ്ട്, തൃശ്ശൂരിൽ ഒരു സൂ ഉണ്ട്. അപ്പൊ അവിടെ സിംഹമുണ്ട്. ആ സിംഹം ഇവിടെ തന്നെ ജനിച്ചു വളർന്നതാണോ? അല്ല.
മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടേക്കാണ്. അവിടെ കടുവയുണ്ട്, ആ കടുവ ഇവിടെ തന്നെ ജനിച്ചു വരുന്ന കടുവയാണോ? അല്ല, മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇവിടെ കൊണ്ട് നിർത്തിയേക്കാണ്. അപ്പോൾ സൂ ഒരു ഇൻസൈറ്റ് ടു കൺസർവേഷൻ ആണോ? അല്ല, അതൊരു എക്സൈറ്റ് ടു കൺസർവേഷൻ. അതായത് ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് ബാക്കിയുള്ള സ്ഥലത്ത് നിന്നുള്ള സ്പീഷീസുകളെ കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ കൺസർവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സൈറ്റ് ടു കൺസർവേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണ്? അത് കഴിഞ്ഞപ്പോൾ സൂ, ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇപ്പോൾ ഞാനിപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ, ഇപ്പോൾ പാലോട്, തിരുവനന്തപുരത്തുള്ള പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ ഞാൻ എടുക്കുകയാണ്. ജവഹർലാൽ നെഹ്റു സുവോളജിക്കൽ പാർക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ അവിടെ മാത്രമുള്ള ചെടികളെയാണോ കൊണ്ടുവച്ചേക്കുന്നത്? അല്ല, ലോകത്തുള്ള എല്ലാ സ്ഥലത്തു നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്? സ്പീഷീസുകളെ, ചെടികളെ കൊണ്ട് അവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥയിലാണോ വളരുന്നത്? അല്ല, ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് കൊണ്ട് റീപ്ലാന്റ് ചെയ്തതാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്തേ പറയാൻ പറ്റത്തുള്ളൂ? എക്സൈറ്റ് ടു കൺസർവേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സൂ, ബൊട്ടാണിക്കൽ ഗാർഡൻ, അതുപോലെ തന്നെ സീഡ് ബാങ്ക്സ്. അപ്പോൾ അവിടെ തന്നെ ഉള്ള സീഡ്സിനെയല്ല പ്രൊട്ടക്ട് ചെയ്യുന്നത്. ലോകത്തുള്ള പ്രധാനപ്പെട്ട എല്ലാ സ്ഥലത്തു നിന്നും സീഡ്സിനെ എന്ത് ചെയ്യാറുണ്ട്? കൊണ്ടുവന്ന് സംരക്ഷിക്കപ്പെടാറുണ്ട്, അവിടെ റിസർച്ച് നടത്താറുണ്ട്. അപ്പോൾ സീഡ് ബാങ്ക് ഒക്കെ എന്തിനു ഉദാഹരണമാണ്? എക്സൈറ്റ് ടു കൺസർവേഷൻ ഉദാഹരണമാണ്. അതുപോലെ തന്നെ ജീൻ ബാങ്ക്സ് ആയിക്കോട്ടെ, അതൊക്കെ തന്നെ എന്തിനു ഉദാഹരണമാണ്? എക്സൈറ്റ് ടു കൺസർവേഷന് ഉദാഹരണമാണ്. ക്ലിയർ ആണ്? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇൻസൈറ്റ് ടു കൺസർവേഷൻ എന്താണ്, എക്സൈറ്റ് ടു കൺസർവേഷൻ എന്താണ്. ഇനി അടുത്ത ടൈഗർ റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രദേശം ടൈഗേഴ്സിന്റെ പ്രധാനപ്പെട്ട ഹാബിറ്ററ്റ് ആയിരിക്കും. അപ്പോൾ ആ പ്രദേശത്തെ സംരക്ഷിച്ചാൽ നമുക്ക് ടൈഗേഴ്സിന്റെ എണ്ണം എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ആ പ്രദേശത്ത് എന്തായിട്ട് പ്രഖ്യാപിക്കുന്നു? ഒരു ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിക്കുന്നു. അതേപോലെയുള്ള എലഫൻസിന്റെ പ്രധാനപ്പെട്ട ഹാബിറ്ററ്റിനെ എന്തായിട്ട് നിലനിർത്തുന്നു അല്ലെങ്കിൽ എന്തായിട്ട് പ്രഖ്യാപിക്കുന്നു? എലഫന്റ് റിസർവ് ആയിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഓരോ വാക്കുകളുടെ ഡെഫിനിഷൻ ആയിട്ട് വരുന്നത്. ഇത് മസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചു വെക്കണം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാവോ? ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാവോ? ഇതിന്റെ ഒരു 5 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യ ഹാസ് 106 നാഷണൽ പാർക്സ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ കൺസർവേഷൻ ഓഫ് വൈൽഡ് ലൈഫ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. എനിക്കൊരു 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിനകത്ത് ഏതൊക്കെയാണ് ശരിയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഇന്ത്യയിലാകെ 106 നാഷണൽ പാർക്കുകളുണ്ട്. ശരിയാണോ? യെസ്, ശരിയാണ്. ഇന്ത്യയിലാകെ 106 നാഷണൽ പാർക്കുകളാണ് ആകെ ഉള്ളത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ഹ്യൂമൻ ആക്ടിവിറ്റീസ് സച്ച് ആസ് ഹണ്ടിങ് ആൻഡ് ഡീഫോറസ്റ്റേഷൻ ആർ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ഇൻ നാഷണൽ പാർക്ക്. ശരിയല്ലേ? യെസ് ആണ്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആയ ഹണ്ടിങ്ങും ഡീഫോറസ്റ്റേഷനൊക്കെ എവിടെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്? നാഷണൽ പാർക്കിനകത്ത് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതും എന്താണ്? കറക്റ്റ് ആണ്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ടൂറിസം ഈസ് കംപ്ലീറ്റ്ലി ബാൻഡ് ഇൻ നാഷണൽ പാർക്സ് ടു പ്രൊട്ടക്ട് നാച്ചുറൽ ഹാബിറ്ററ്റ്. ഒരു നാഷണൽ പാർക്കിനകത്ത് ടൂറിസം കംപ്ലീറ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ട്? ബാൻ ചെയ്തിട്ടുണ്ട്. ആണോ? അല്ല. ഒരു നാഷണൽ പാർക്കിനകത്ത് ടൂറിസം കംപ്ലീറ്റ്ലി ബാൻ ചെയ്തിട്ടില്ല. സ്ട്രിക്ട്ലി ഗവേൺഡ് ആയിട്ട് ടൂറിസം എവിടെ അനുവദിക്കുന്നുണ്ട്? നാഷണൽ പാർക്കിനകത്ത് അനുവദിക്കുന്നുണ്ട്. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇവിടെ 1 ശരിയാണ്, 2 ശരിയാണ്, പക്ഷെ 3 തെറ്റാണ്. സോ ആൻസർ ഏതാണ്? 1 ശരി, 2 ശരി. സോ ആൻസർ അപ്പോൾ ഏതായിരിക്കും ഇവിടെ? ആൻസർ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് അടുത്തതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1, ഇന്ത്യയിലാകെ 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളാണ് ആകെ ഉള്ളത്, ഇൻക്ലൂഡിംഗ് ദ വെസ്റ്റേൺ ഘട്ട് ആൻഡ് ഹിമാലയാസ്. കറക്റ്റ് ആണ്. ഇന്ത്യയിലാകെ എത്ര ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഉണ്ട്? 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളാണ് ആകെ ഉള്ളത്. ആരൊക്കെയാണ്? 1 വെസ്റ്റേൺ ഘട്ട്, 2 ഹിമാലയം, 3 സുന്ദാലാൻഡ്സ്, 4 ഇൻഡോ ബർമ റീജൻ. അടുത്ത നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇങ്ങനെയാണ്, എ റീജൻ മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1500 എൻഡമിക് വസ്കുലർ പ്ലാന്റ് സ്പീഷീസ് ടു ക്വാളിഫൈ ആസ് എ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്. ശരിയല്ലേ? ഒരു പ്രദേശം എൻഡേഞ്ചർഡ് ആയ ഒരുപാട് സ്പീഷീസുകളുടെ ഹാബിറ്ററ്റ് ഇടണം. ഏറ്റവും ചുരുങ്ങിയത് 1500 സ്പീഷീസുകളെങ്കിലും എവിടെ വേണം? ആ പ്രദേശത്ത് വേണം. യെസ്, കറക്റ്റ് ആണ്. ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ആർ ഏരിയാസ് വിത്ത് റിച്ച് ഡൈവേഴ്സിറ്റി ആൻഡ് നോ ത്രെറ്റ് ടു ദെയർ നാച്ചുറൽ വെജിറ്റേഷൻ. ഒരിക്കലുമല്ല. ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കയ്യിലിരിപ്പ് മൂലം ആ പ്രദേശത്തിന്റെ സ്വാഭാവികമുള്ള ആവാസ വ്യവസ്ഥയുടെ 70% എന്ത് ചെയ്തിരിക്കും? നശിച്ചിരിക്കും. അപ്പോൾ അത് തെറ്റാണ്. ഇവിടെ 1 ശരിയാണ്, 2 ശരിയാണ്, 3 തെറ്റാണ്. ആൻസർ ഏതാ വരുന്നത്? എ ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത് വൈൽഡ് ലൈഫ് സാങ്ച്വറിയുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിലൊന്ന് ഇതാണ്, ഇന്ത്യയിലാകെ
573 വന്യജീവി സങ്കേതങ്ങളാണ് നിലവിൽ ആകെ ഉള്ളത്. യെസ്, കറക്റ്റ് ആണ്. 2 നാഷണൽ പാർക്കിൽ അല്ലാതെ അൺലൈക്ക് നാഷണൽ പാർക്ക് സർട്ടൻ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ലൈക്ക് ഗ്രേസിംഗ് മേ ബി അലൗഡ് ഇൻ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. അവിടെ ആടുമേക്കൽ അതേപോലുള്ള കാലിമേക്കലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നടക്കാറുണ്ട്. ശരിയാണ്. അടുത്ത വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആർ എക്സാമ്പിൾ ഓഫ് എക്സ് സൈറ്റു കൺസർവേഷൻ. തെറ്റാണ്. വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആർ എക്സാമ്പിൾ ഓഫ് ഇൻ സൈറ്റു കൺസർവേഷൻ. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1 ശരിയാണ്, 2 ശരിയാണ്, 3 തെറ്റാണ്. അവിടെ ആൻസർ ചെയ്ത് വരാം. 1 ശരി, 2 ശരി, 3 തെറ്റ്. ആൻസർ എ ആണ് വരുന്നത്. ഓക്കെ, എ. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് കമ്മ്യൂണിറ്റി റിസർവ്സ് ഇൻ ഇന്ത്യ. കമ്മ്യൂണിറ്റി റിസർവുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അവിടെ ഫസ്റ്റ് ഇതാണ്, ഇന്ത്യയിലാകെ 220 കമ്മ്യൂണിറ്റി റിസർവ് ആണ് ആകെ ഉള്ളത്. 2, കമ്മ്യൂണിറ്റി റിസർവ് ആർ ടിപ്പിക്കലി ലൊക്കേറ്റഡ് ബിറ്റ്വീൻ നാഷണൽ പാർക്സ് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഓഫ് ഫോറസ്റ്റ്. കറക്റ്റ് ആണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, പലപ്പോഴും കമ്മ്യൂണിറ്റി റിസർവ് ഒരു കോറിഡോർ ആക്റ്റാണ് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. 3, കമ്മ്യൂണിറ്റി റിസർവ് ഫോക്കസ് ആൻഡ് എക്സൈറ്റ് ടു കൺസർവേഷൻ ബൈ ട്രാൻസ്ഫറിങ് സ്പീഷീസ് ടു കൺട്രോൾഡ് എൻവയോൺമെന്റ്. ഒരിക്കലുമല്ല, ഒരു കമ്മ്യൂണിറ്റി റിസർവിലൊക്കെ അതിനകത്ത് ആരും കൊണ്ട് വേറെ ഒന്നിനെയും കൊണ്ട് എന്ത് ചെയ്യാറില്ല, കൊണ്ടിടാറൊന്നുമില്ല. അതെല്ലാം തന്നെ ഇൻസൈറ്റ് ടു കൺസർവേഷൻ ഉദാഹരണമാണ്. സോ ഇവിടെ 3 തെറ്റാണ്, 1 ശരിയാണ്, 2 ശരിയാണ്, 3 തെറ്റാണ്. അപ്പൊ ആൻസർ ഏതാ വരുന്നത്? ആൻസർ എ ആണ് വരുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഇതിന്റെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചു.